കൊച്ചിയിൽ നിന്ന് വിനീത വിജി നമുക്കൊപ്പം ചേരുകയാണ്. ഡൽഹിയിലായിരുന്നു വിനീത. നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ നിന്ന് വിനീതയുടെ ചില റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അറ്റൻഡ് ചെയ്യാനായി ഗുരുവായൂരിലേക്ക് തിരിക്കും. വിനീത വിജി മറ്റു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് വൈകിട്ട് ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗത്താണ്. അവിടെയുള്ള വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 6 SP-മാരുടെ നേതൃത്വത്തിൽ DYSP-മാരുണ്ട്. ഇത് കൂടാതെ 2000-ലധികം പോലീസുകാരാണ് ഇന്ന് കൊച്ചി നഗരത്തിലേക്ക് ഉണ്ടാവുക. ഇവർക്ക് പുറമെ തന്നെ SPG ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലായിടങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും സുരക്ഷാ ചുമതല SPG നേരിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും. വൈകിട്ട് 5 മണിക്കാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് ഇറങ്ങുക. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കൊച്ചി ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് എറണാകുളം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകും. ഏതാണ്ട് 1.5 ലക്ഷം പേർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ റോഡ് ഷോ നടക്കുന്ന ഭാഗം ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ ഇത്തരത്തിലേക്കുള്ള BJP-യുടെ കൊടികൾ നാട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാരിക്കേഡുകൾ കൊണ്ട് ഇങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നഗരത്തിൽ നിന്ന് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗസ്റ്റ് ഹൗസ് വരെ, ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം ഇന്ന് തങ്ങുന്നത്. ഈ ഗസ്റ്റ് ഹൗസ് വരെ ഏതാണ്ട് 1.3 കിലോമീറ്ററാണ് നരേന്ദ്രമോദി തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തുക. 1.5 ലക്ഷം പേർ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാത്രി അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ തങ്ങും. നാളെ രാവിലെ 6-ന് ഗുരുവായൂരിലേക്ക് പോകും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഈ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സന്ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടെ അദ്ദേഹം വീണ്ടും തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡൈഡ്രോക്ക് എന്നിവ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. 11-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP-യുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം ഉണ്ട്. ആ യോഗം അദ്ദേഹം അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരികെ മടങ്ങുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചിയിലും ഗുരുവായൂരും ഒക്കെ തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗതാഗത നിയന്ത്രണം അത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതലും നാളെ പുലർച്ചെ 3 മണി വരെയാണ് ഈ ഇത്തരത്തിലേക്കുള്ള കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. MG റോഡ്, രാജാജി ജംഗ്ഷൻ, ഹൈക്കോർട്ട് ജംഗ്ഷൻ, കലൂർ, കടവന്ത്ര, തേവര, സ്വിഫ്റ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ പോലീസ് ഉണ്ടാകും, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഈ വാഹനവുമായി എത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ വഴിയിലേക്കാണ് പോകേണ്ടത് ഇവിടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മറ്റുമായിട്ടുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. SK. താങ്ക് യു വിനീത വിജി. വിനീത സുഖമായിരിക്കുന്നല്ലോ അല്ലേ? തീർച്ചയായും SK സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കുക. ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. മുഹമ്മദ് അലി പറയുന്നു, SK അടുക്കും തോറും സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിളംബരം കുറഞ്ഞു പോകുന്നു. എവിടെ? ഇന്നലെയും നമ്മൾ നമ്മുടെ എല്ലാ വകുപ്പ് മേധാവികളുമായും അടിയന്തരമായൊരു യോഗം ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് കളർഫുള്ളാക്കാം. നമ്മുടെ ഈ ഉച്ചയ്ക്ക്, അതായത് 28-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മണി മുതൽ ഏതാണ്ട് 6 മണി വരെ നീണ്ടുപോകുന്ന നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ 24 പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിൻ്റെ തത്സമയ സംപ്രേഷണം എത്ര കളർഫുള്ളാക്കാം. അതിൻ്റെ അണിയറയിൽ അതിൻ്റെ ചർച്ചയൊക്കെ ചെയ്തു വരികയാണ്. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ എന്നും ഈ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിൽക്കാനും വീട്ടിൽ അലമാരയിൽ എന്തെങ്കിലും സൂക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു ചപ്പടി വിദ്യയിൽ സാധനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പോലും നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും രജിസ്ട്രേഷൻ തുടരുകയാണ്. വളരെ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കും. 10,000-ഓളം ആളുകളെ നമ്മൾ കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ സംഘടിപ്പിക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ആളുകൾ പങ്കെടുക്കാൻ പോകുന്ന ആദ്യ സംഭവമായിരിക്കും. സ്ക്രീനിൽ ഇപ്പോൾ അതിൻ്റെ നമ്പറുണ്ട്. ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സംസ്ഥാന സമ്മേളനം. 24-ൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സംഗമിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും കുടുംബാംഗങ്ങളും അതിൽ പങ്കെടുക്കും. കുറേ ആളുകൾ, നമ്മളുമായി ബന്ധമുള്ള കുറേ ആളുകൾ ഈ പരിപാടിയിൽ അതിഥികളായും വരും.
ഇപ്പോൾ നമ്പർ സ്ക്രീനിലുണ്ട് 6235968630 6235968630. അതേപോലെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ചില ആളുകൾ ദൂരെ നിന്നൊക്കെ എഴുതി ചോദിക്കുന്നുണ്ട്, നമ്മൾ എപ്പോൾ വരണം, എങ്ങനെ വരണം, എവിടെ ഇറങ്ങിയ വണ്ടി കിട്ടും. ഇങ്ങനെ എല്ലാം വിശദമാക്കുന്ന ചില സംഭവങ്ങൾ മോർണിംഗ് ഷോയിൽ തന്നെ നമ്മൾ ചേർക്കും. മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വാട്സപ്പിലും എല്ലാം എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്, എങ്ങനെ മടങ്ങിപ്പോകണം എന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷനാകണ്ട, നിങ്ങൾ തയ്യാറെടുത്തുള്ളൂ. 28-ാം തീയതി നമ്മൾ ഒന്നിച്ച് കാണുന്നു. നമ്മളെയൊക്കെ അടുത്ത് കാണാൻ കഴിയുമെന്നൊക്കെ. എന്തുകൊണ്ട് അടുത്ത് കാണാൻ? നമ്മൾ അടുത്ത് കാണാൻ വേണ്ടിയല്ലേ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതുപോലെ വസന്തകുമാരി പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ ആശാൻ്റെ മരണവുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 24 താങ്ക്സ് എന്ന് പറയുന്നു. ഉഷാകുമാരി പറയുന്ന ഒരു കാര്യം, ഗുഡ് മോർണിംഗ് എസ്കേൻ, മലയാളത്തിൻ്റെ മഹാനടനായ പ്രേംനസീർ സാറിനെ മറന്നോ? അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞല്ലോ. ഇന്ന് ഓർമ്മദിനമല്ല, ഇന്ന് ഓർമ്മദിനമാണ് അദ്ദേഹത്തിൻ്റെ. പ്രേംനസീർ എന്ന് പറയുന്ന നടനെ എന്നെപ്പോലെ ഒരാൾക്ക് മറക്കാനേ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ചലച്ചിത്ര താരങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയുന്ന പോലെ ഈ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല താരങ്ങളുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്. പക്ഷേ പ്രേംനസീറിനൊപ്പം ജെൻറ്റിൽനെസ് ഉള്ള ഒരാളിനെയും ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ഒരു ജെൻറ്റിൽനെസ് ഒരു മനുഷ്യന് ആർജിക്കാൻ കഴിയുന്നത് മനുഷ്യസാധ്യമല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അടിമുടി ജെൻറ്റിൽമാനായിരുന്നു പ്രേംനസീർ.